2400 വർഷം. ടെക്നിക്കലി 201 വർഷം. 2400 വർഷമായിട്ട് ആൾക്കാർ ബലൂൺ വീർപ്പിക്കുന്നുണ്ട്. അത് നീ ഒരു എസെൻഷ്യലിസ്റ്റ് പെർസ്പെക്റ്റീവിൽ നിന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. എടാ, നീ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ചേഞ്ചസിനെ കറക്റ്റായിട്ട് വിശകലനം ചെയ്യാണ്ട് സയൻസിനെ നോക്കരുത്. അങ്ങനെ ഇയാളുടെ ഈ കടിക്ക് എസെൻഷ്യലിസം ഒന്നും അല്ല കാരണം, സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്തുണ്ട് സ്പീക്കറിലുണ്ട്. എല്ലാം ക്ലിയർ അല്ലേ? യെസ് ബോസ്. മാർക്കോസ് മുതലാളി ഇന്ന് അവിടെ വരുന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരം. അന്ന് കഴിഞ്ഞ ടൈം വേസ്റ്റ് ആക്കാതെ അപ്പൊ തന്നെ തീർത്തേക്കണം, അലമ്പാക്കരുത്. ഓക്കെ ബോസ്, പേടിക്കണ്ട, ഞങ്ങളൊക്കെ ഇല്ലേ. എടാ, നിന്നെ എനിക്ക് പേടിയില്ല, പക്ഷെ മറ്റേ മണ്ടനെ എനിക്ക് നല്ല പേടിയുണ്ട്. അവനിത് അലമ്പാക്കാതെ നീ വേണം നോക്കാൻ. ഓക്കെ ബോസ്, ശരി ശരി. എന്തൊരു മൈരനാണല്ലേ അയാൾ തന്നെയാണല്ലോ. ആക്ച്വലി എല്ലാം ക്ലിയർ അല്ലേ? മുതലാളി വരും ഉടനെ, സമയം വേസ്റ്റ് ആക്കാതെ പണി തീർക്കണം. ഓ, ടാങ്ക് എന്നോട് പറഞ്ഞിരുന്നു. ആ കഴിവ് കിട്ടാനും വിശ്വസിച്ച് എങ്ങോട്ടും പറഞ്ഞു വിടാൻ വയ്യ. നീ വേണം എല്ലാം കൃത്യമായി നടക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താൻ. ഇതൊക്കെ നമുക്കറിയില്ലേ, എല്ലാം നോക്കി ചെയ്തോളാം. എങ്ങനെ ഇരിക്കുന്നു? ക്ലാസിക് ഡിവൈഡ് ആൻഡ് റൂൾ. ഇയാൾ ഇന്നെങ്ങാനും വരൂ. കഴിഞ്ഞ ദിവസം ഈ തോക്കെടുത്ത് നോക്കുമ്പോൾ ട്രിഗറിൻ്റെ ഇടയിലൊക്കെ മാറാല്ലേ. ഇന്നേലും എനിക്ക് ഇത് നിന്നൊരു വെടി പൊട്ടിക്കണം. നടക്കും ഇതൊക്കെ. എടാ, അറിഞ്ഞ വിവരമനുസരിച്ച് ഇയാൾ വരേണ്ട സമയമായി. എടാ, ഇയാൾക്ക് 49 വയസ്സുണ്ട്. വർഷത്തിൽ 2 തവണ ബോഡി ഗാർഡ്സ് ഇല്ലാണ്ട് രഹസ്യ കാരണങ്ങൾക്ക് വേണ്ടി ഇയാളിവിടെ വരാറുണ്ട്. 19ാമത്തെ വയസ്സിൽ തുടങ്ങിയ പരിപാടിയാണ്. അതായത് ജീവിതത്തിൽ 60 തവണ. ഇയാളിന്ന് ഇവിടെ വരാനും ഇന്നിവിടെ മരിക്കാനുള്ള പ്രോബിലിറ്റി എത്രയാണെന്ന് എനിക്കറിയോ? ഇല്ല. എത്ര? 0.00000100273. അയ്യോ, കുറച്ചധികം കുറവാണല്ലോ ഇത്. അതൊക്കെ പോട്ടെ, നല്ല മഴക്കോള്. ഈ മഴയത്തൊക്കെ ആര് പുറത്തിറങ്ങാനാ? ഞാൻ വല്ലവരുന്ന എൻ്റെ പെണ്ണും പിള്ളേനെയും കെട്ടിപ്പിടിച്ച് വീട്ടിൽ തന്നെ ഇരുന്നേനെ. മോനെ, ഏത് പെണ്ണും പിള്ള? അല്ല, എനിക്കില്ല, അയാൾക്കുണ്ടല്ലോ. അയാൾക്ക് കിടക്കാമല്ലോ. നമുക്ക് എവിടെ നിന്ന് പെണ്ണും പിള്ള? അയാളിപ്പോൾ കിടന്നുറങ്ങണേയിരിക്കും, ഞാനും കിടന്നുറങ്ങാൻ പോകണം. ആകാശവാണി എറണാകുളം അടിയന്തര വാർത്തകൾ. കേരള ചരിത്രത്തിലെ ഏറ്റവും മാരകമായ പ്രളയം കൊച്ചി നഗരത്തിന്റെ കിഴക്കു ഭാഗത്ത് മാരക നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്നു. നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും വൻ പ്രളയത്തിന് സാധ്യത എന്ന് മുന്നറിയിപ്പുകൾ. തോപ്പുംപടി, പള്ളുരുത്തി, കഴുത്തുമുട്ട് ഭാഗങ്ങളിൽ അടുത്ത 15 മിനിറ്റ് നേരത്തേക്ക് മേഘവിസ്ഫോടനത്തിന് പ്രദേശവാസികളെ സുരക്ഷാ ക്യാമ്പുകളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്നു. പ്രദേശങ്ങളിൽ ആളുകൾ വാഹനത്തിലോ അല്ലാതെയുള്ള യാത്രകൾ നടത്തരുത് എന്ന് അടിയന്തര വാർത്താ. പുതിയ അറിയിപ്പ്. വെല്ലിംഗ്ടൺ ദ്വീപും തോപ്പുംപടി പാലവും പ്രളയബാധിതം. പാലത്തിന്റെ ഗൈഡറുകൾ നിലംപതിച്ചു.